ചോദിച്ചാൽ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഈ ഒരു സുരേഷേ ഉള്ളൂ. എടോ, ഈ നാട്ടിൽ കള്ളുടിക്കുക സിഗരറ്റ് വലിക്കാൻ ചെയ്യുന്ന ചെറുപ്പക്കാരെ ഇപ്പൊ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന അറിയോ? അങ്ങനെയുണ്ടോ? നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ കള്ളുടിക്കാൻ തുടങ്ങിയപ്പോ സ്ഥിതി എന്തായി? എനിക്ക് അവിടെ പണിയൊന്നും ഇല്ലാതെ ഞാൻ വെറുതെ ഈച്ചേനായിട്ടിരിക്കുക. മുമ്പൊക്കെ ആണെങ്കിലേ ഈ ഹെൽമെറ്റ് വെക്കാണ്ട് ഓരോരുത്തർ ഇങ്ങനെ മരിച്ചു വീഴുമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറെ കളക്ഷൻ കിട്ടും. ഇപ്പൊ ഹെൽമെറ്റ് നിർബന്ധമാക്കി, അതുകൊണ്ട് ആ രീതിയിലുള്ള കളക്ഷനും ഇല്ല. ഇവിടെ ആളുകളെ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു കാരണം വേണം. അതുകൊണ്ട് കഴിഞ്ഞ വർഷം 2009 കേരളത്തിൽ എത്ര പനി വന്ന്? പനിയായിട്ട് നിങ്ങൾ ഓരോ ജില്ലയിൽ 100-300 ആളെ കൊണ്ടുപോയില്ലേ? എന്റെ അമ്മായിയൊക്കെ ഉണ്ട് അതിന്റെ അകത്ത്. ശാരദമ്മായി അതാ പറഞ്ഞ ഒരുപാട് പനി വന്നല്ലോ. പക്ഷിപ്പനി വന്നില്ലേ, പന്നിപ്പനി വന്നില്ലേ, തക്കാളിപ്പനി, ഡെങ്കിപ്പനി അല്ലേ? അടുത്ത ആഴ്ച പുതിയ വരാൻ പോവാ, സൂക്ഷിച്ചോ. ബീട്രൂട്ട് പനി. ഇങ്ങനെ എന്തെങ്കിലും ചില പനികൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ ആളുകളെ കൊണ്ടുപോയില്ലെങ്കിൽ എന്റെ പണി പോകുന്നു. അതുകൊണ്ടാ പറഞ്ഞത് സുരേഷിന്റെ വീട്ടിലേക്കുള്ള വഴി അറിയെങ്കിൽ ആ വഴിയൊന്നും കാണില്ല. വീടറിയറ്റല്ല, പിന്നെന്താ അങ്ങോട്ടുള്ള പോക്ക് നടക്കൂല. എന്താണ് അവിടെ എന്താ അങ്ങനെ പറഞ്ഞ മഴ പെയ്തിട്ട് കുണ്ടും കുഴിയൊക്കെ അതിന്റെ കൂടെ ഒരു ജപ്പാൻ കുഴിയോ കംപ്ലീറ്റ് കുഴിയാ. നിങ്ങൾ എന്റെ പോത്തിന് കൂട്ടാഞ്ഞേ? എടോ, വിവരമുള്ള ആരെങ്കിലും കേരളത്തിലെ റോട്ടിലേക്ക് പോത്തിനെയും കൊണ്ട് വരുമോ? പോത്തെങ്ങാനും വല്ല കുഴിയിൽ വീണത് നന്നാക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. പോത്ത് മാത്രല്ല, നിങ്ങൾ വീണ നിങ്ങളെ ചോന്ന കൊമ്പൊക്കെ പൊട്ടി പോകും ചിലപ്പോ. അല്ലേ വർത്താനം പറയല്ലേ? ആ വീട്ടിലേക്കുള്ള വഴി അറിയെങ്കിൽ വഴി അറിയത്തില്ല. നിങ്ങൾക്ക് പോയ നിങ്ങൾ ആകെ അടങ്ങാൻ. എന്തായാലും എനിക്ക് ആളെ വേണ്ട പണി ചെയ്യാ. ഞാൻ ഓനെ വിളിക്കാം. ഓന് മൊബൈൽ ഉണ്ട്. അപ്പൊ ഞാൻ ഓനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. അതല്ല അല്ലേ? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോവാലോ. ഞാനാണ് ഇതുവരെ ഒരാളെ കൊണ്ടുപോകാൻ കണ്ടിട്ടില്ല. ഞാനേം ചെയ്യാ. ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കുമ്പോഴേക്കുള്ള ഒരു പണി തോളി. കണ്ണ സുലൈമാന്റെ പീടിയാണത്. സുലൈമാന്റെ അവിടെ പോയിട്ട് ചായ കുടിച്ചോളി. അത് കുടിച്ചോളി, ഞാൻ കൊടുത്തോളാം പൈസ. ഞാൻ കുടിച്ചോളി. എന്തായാലും നമ്മുടെ നാട്ടിൽ വന്നല്ലേ. ഞാൻ വിളിക്കുമ്പോഴേക്ക് സുലൈമാനെ ചായ കൊടുക്ക്. കാലിനാ നമ്മളെ നാട്ടിൽ വന്നാ. ഓനെന്ത് കാലായി അല്ലെ? കാലിനൊക്കെ LIC ഏജന്റിനെ പോലെ നടക്കാൻ തുടങ്ങിയാണല്ലോ. എന്താണ് ഈ ചെക്കൻ്റെ ഒക്കെ എടുക്കുക? നല്ലൊരു ചെക്കൻ നാട്ടിൽ. സുരേഷാ, ആ മോനെ ടൗസർ ഇട്ട് നിന്നോ, ആള് വന്നിക്കണ കൊണ്ടുപോവാൻ. പരിപാടിക്ക് കൊണ്ടാവാനല്ല, അന്നെ കൊണ്ടാവാൻ ശരിക്കും കാലം വന്നിക്ക. ഏത് കാലം നിന്നോടോ? ഞാൻ ഇപ്പൊ മൂപ്പരോട് ചോദിച്ചിട്ടുള്ള ഏതാ കാലം എന്ന്. എടാ ശരിക്കുള്ള കാലം, കൊമ്പും കോയിലും കയറൊക്കെ ഉണ്ട്. എന്റെ പേരും എന്റെ അച്ഛന്റെ പേരൊക്കെ പറഞ്ഞിരിക്കണേ. സുലൈമാന്റെ വീട്ടിൽ ചായ കുടിക്കണോ ഓസിക്ക് എന്റെ പേരിൽ. അയ്യൊരു പണി ചെയ്തോ, വീട്ടിൽ നിന്ന് വിട്ടാള് ഇറങ്ങിക്കാൾ. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കാൾ. ഇതിന്റെ ഐഡിയ അങ്ങനെ പിടി ഓടിക്കരുതല്ലോ. ഒരു ജലദോഷം കൂടി ഇല്ലാത്ത അന്നെ കൊണ്ട് കൊണ്ടുപോകല. വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടും നിന്നോടാ ചോദിക്കല് സുരേഷേ? അന്റെ ജീവനല്ല എനിക്ക് വലുത്. ഉള്ള മുണ്ടിച്ചട്ട് 2-3 മുണ്ടിച്ചട്ടുള്ള പൈസ എടുത്ത് വിട്ടാൽ എങ്ങോട്ടെങ്കിലും. എടാ എങ്ങോട്ടേയും വിട്ടാൽ പറ്റെങ്കിൽ കേരളം വിട്ടാൽ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിക്കോട്ടെ. വിളിച്ചാൽ കിട്ടരുത് കേട്ടോ. ഞാൻ വിട്ടോ, ഈ പോണ വരെ ഞാൻ മൂപ്പരെ പിടിച്ചോളാം. ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാ. ഇതൊക്കെ തന്നെ പണി. വേറെ കണ്ണാല് വെക്കട്ടെ. ഇങ്ങനെയുണ്ട് കൊണ്ടേ. ശരിയാ. എങ്ങനെ ചായ? എങ്ങനെ ചായ? കുഴപ്പമില്ല. സുരേഷിന്റെ കാര്യം ഞാൻ വിളിച്ചപ്പോ കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് ആടെ കൊണ്ട് കുളിപ്പിക്കാൻ വേണ്ടല്ലോ, സൗകര്യാവും. നിങ്ങൾ ശരിക്കും കാലിനാ? നിനക്ക് എന്താ ഒരു സംശയം ഞാൻ കാലിനാണോ എന്നുള്ള കാര്യത്തിൽ? എന്തോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഇത് ഇതെന്താ? എന്റെ ഐഡന്റിറ്റി കാർഡാ. ഞാൻ തന്നെയല്ലേ നോക്കും. കാർഡൊക്കെ ഉണ്ട്. നിങ്ങളും പോത്തു. നിങ്ങളെക്കാട്ടും നന്നായത് പോത്ത് തന്നെയാ. പക്ഷെ നിങ്ങൾ സിനിമ കാണുമ്പോൾ നല്ലല്ലോ. സിനിമയിലോ? ആ സിനിമയിലും സീരിയലൊക്കെ നിങ്ങൾക്ക് നല്ല തടിയൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി സാധുവീടി പോലെ ആയിക്കോ. ഞാൻ ആദ്യം മുതലേ ഇങ്ങനെ തന്നെയാ. സിനിമാക്കാർ തടിച്ച ആളുകളെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന എന്റെ കുറ്റമൊന്നും. ശരിയാ, നിങ്ങൾ പ്രസവത്തിലെ എങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ട് കാണാ കാലം, അതുകൊണ്ടാണ്. അല്ല കാലേട്ടാ. എന്താണ് കാലം മാഷേ? അങ്ങനെ വിളിക്കി, ബഹുമാനിക്കാൻ പഠിക്കി. ഒരു നാട്ടിലെ രാജാവാണ്. കാലാ നല്ല വിളിക്കുക. അല്ല, മനുഷ്യനും മൃഗം എല്ലാം കൂടി കൂടിയപ്പോൾ എന്താ വിളിക്കേണ്ടതാണ്. അതുകൊണ്ടാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇവിടുന്ന് ഒരാളെ കൊണ്ട എന്തിട്ടു? ഒരാളെ കൊണ്ടായാലേ അവിടുന്ന് എന്ത് ശമ്പളം കിട്ടു? പ്രതിഫലോ? എടോ, ഇത് ഞങ്ങളുടെ കർമ്മമാണ്. കർമ്മത്തിന് ഒരിക്കലും പ്രതിഫലം ചോദിക്കാൻ പാടില്ല. പൈസ കിട്ടൂല, വെറുതെ പണിയെടുക്കുക. ഇവിടെ ഒന്നും ആരെയും കിട്ടൂലേ? ഇവിടെയൊക്കെ പൈസക്ക് പണിയെടുക്കുന്ന ആൾക്കാരാ. പിന്നെ നിങ്ങളെ കണ്ടോണ്ട് ചോദിക്കാട്ടോ. ഞങ്ങൾ ഈ മരിച്ചു ഞാൻ മൂക്കിൽ പഞ്ഞി വെക്കല്ലോ, നിങ്ങൾ എന്താക്കൂ? ആ പഞ്ഞി ഞാൻ അവിടെ എത്തുമ്പോ എടുത്താളൂ അല്ലേ? കാലുമല കെട്ടോ? കാലുമല കെട്ടി ഞാൻ അയക്കും. ഇവിടെ ഒരു കെട്ടിട്ടല്ലേ ഞങ്ങള് എന്താക്കും? അതും ഞാൻ അയക്കും. അത് വെച്ചാളൂ. അപ്പൊ ഞങ്ങൾ വെറുതെ പണിയെടുക്കുക. ഇവിടെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു നോക്കണ്ട, വിവരക്കേടൊക്കെ ചെയ്തു വെക്കേ. ബാക്കിയുള്ളവൻ അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഓ, മൊബൈലും ഉണ്ടോ? ഹലോ, കാലേ. ഇല്ല, ഞാൻ എത്തിയിട്ടേ ഉള്ളൂ. കൈക്കരപ്പടി എത്തിയിട്ടേ ഉള്ളൂ. ആളെ കിട്ടിയില്ല. ആള് കുളിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം. ഇല്ല. ആ അഡ്രസ് തെറ്റിയിട്ടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞ അഡ്രസ് തന്നെ. അതന്നെയല്ലേ? അതെ. പിന്നെ അല്ല, ഞാൻ പറയുന്ന കേക്ക് ചിത്രഗുപ്ത, ഇങ്ങോട്ട് പറയല്ലേ. അതെ, ഇന്നലെ ഒരു 3 ആള് വന്നിട്ടുണ്ടല്ലോ. അടോ, ഒരു കുറ്റിത്താടിയൊക്കെ വെച്ചിട്ട്. അതെ, തിരുമ്പാത്ത ജീൻസൊക്കെ ഇട്ടിട്ട് വന്നില്ലേ? 3 പേര് പിള്ളേര്. അവരെ കാലിൽ കെട്ടഴിച്ചു വിടണ്ട. വേണ്ടാന്ന്. അത് സിനിമാറ്റിക് ഡാൻസിന്റെ കുട്ടികളാ. വെറുതെ അവിടെ കിടന്ന് ചാടി കളിച്ചാലേ നമ്മളെ പഴയ കസ്റ്റമേഴ്സിനൊക്കെ ഒരു ബുദ്ധിമുട്ടാ. അതാ. ശരിയാ. ഓക്കെ, എന്താ ഞാൻ വിളിക്കാമല്ലോ, മെസ്സേജ് അയക്കാം. ഓക്കെ, ശരി, ബൈ. ആരാത് വിളിച്ചേ? ചിത്രഗുപ്തൻ എന്ന് പറയുന്നത് എന്റെ അസിസ്റ്റന്റ്. അവിടെ വിളിക്കാം. അവിടെ റേഞ്ച് ഉണ്ട് അല്ലേ? മൊബൈലിന് നല്ല റേഞ്ച് അല്ലേ? എന്താ കാലം പോയൊരു പോക്കല്ലേ കാല? അല്ല കാലമാശേ.
പിന്നെ ഇനിയിപ്പോ നിങ്ങളോട് എന്താ ചോദിക്കാ, ഈ മരിച്ചു കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകില്ലേ, ഇങ്ങനെ കൊണ്ടുപോയിട്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിക്കല്ലോ, ഇതാരാ തിരിക്കുക? ഒരാൾ മരിച്ചിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അയാളെ സ്വർഗത്തിലേക്ക് വിടണോ നരകത്തിലേക്ക് വിടണോ എന്ന് ഞാനാ തീരുമാനിക്കും. ഞാനാ തീരുമാനിക്കും. ഓ അപ്പൊ അറിയാണ്ട് അടിച്ചു പോയതാ. ഞാൻ എന്തെങ്കിലും മരിക്കുകയാണെങ്കിലേ ഇപ്പോഴൊന്നും ഉണ്ടാവൂല. അല്ല എന്തെങ്കിലും മരിച്ചത് അങ്ങോട്ട് വരികയാണെങ്കിലേ ഇന്നൊന്നും വല്ല സ്വർഗത്തിലേക്ക് ആക്കി തരാം. അങ്ങനെ പെട്ടെന്ന് ഒരാളെ സ്വർഗത്തിലേക്ക് വിടാനൊന്നും പറ്റില്ല. അതിനൊക്കെ ചില രീതികളുണ്ട്. എന്നെ വേണ്ട രീതിയിൽ കണ്ട് സന്തോഷിപ്പിക്കുന്ന ഒരാളെ മാത്രമേ ഞാൻ സ്വർഗത്തിലേക്ക് വിടുള്ളൂ. ഞാൻ സന്തോഷിപ്പിക്കും. എങ്ങനെ? പൊട്ടിക്കാം. എന്ത്? കുപ്പി. കുപ്പി പൊട്ടിക്കാം? എന്താണ് വിചാരിച്ചത്? ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു രാജാവെന്ന് ഞാൻ പറഞ്ഞില്ലേ അല്ലേ? ഒരു കുപ്പി എടുത്ത് കാണിക്കുമ്പോ വീഴുന്ന ആളാ ഞാൻ വിചാരിച്ചോ? എന്തേ കുറെ നേരമായി ശല്യപ്പെടുത്താൻ തുടങ്ങി. എന്താണ് എന്റെ പേരെന്ന് പറ. ആര്? നിന്റെ പേര് പറ. ഞാൻ ഉണ്ടാവില്ല. ലിസ്റ്റ് നോക്കട്ടെ. പേര് പറ. പൊട്ടിക്കണ്ട കാല. പേര് പറടോ. അറിയാണ്ട് പറഞ്ഞു. പേര് പറടോ. പേര് കുട്ടികൃഷ്ണൻ. ഉണ്ടാവില്ല. ഞാൻ അറിയാണ്ട് സർവത്ത് കുടിക്കാം. എന്താണ് അറിയാണ്ട് ഓരോന്ന് പറഞ്ഞു. അച്ഛന്റെ പേര്? അച്ഛനില്ലല്ലോ. അച്ഛനെ നിങ്ങൾ കഴിഞ്ഞല്ലോ കൊണ്ടുപോയി. അച്ഛനെ കഴിഞ്ഞല്ലോ ഇവിടുന്ന് ശങ്കരൻ തെങ്ങിന്റെ മേലിന് വീണിട്ട്. അത് നിന്റെ അച്ഛനല്ലേ? എന്തായാലും നോക്കണം. നിന്റെ അച്ഛനെ കൊണ്ട് വലിയ ശല്യം അവിടെ. അച്ഛനും മോനും കൂടെ ഇറങ്ങിക്കുക, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടില്ല. കാലം ഉണ്ടാവില്ല. തൽക്കാലം രക്ഷപ്പെട്ടു. 10 കൊല്ലം സമയമുണ്ട്. ഇനി 10 കൊല്ലമില്ല. 2 വേൾഡ് കപ്പ് കാണാം. ഞാൻ ആകെ പേടിച്ചേ, കള്ള പേടിപ്പിച്ചാഞ്ഞ്. എല്ലാരും ലിസ്റ്റ് ഉണ്ടാവില്ല. എല്ലാവരും ഉണ്ടാവില്ല. ഒരു ശശി ഉണ്ട് നോക്കി എന്റെ അകത്ത്. മേലെടുത്ത് ശശി എന്റെ അയൽവാസിയാ. ഓൻ എന്നാ തീരുവാൻ നോക്കി. ഓൻ തീരും, പെട്ടെന്ന് തീരും. ഭയങ്കര ക്രൂരനാ. എന്താണ് ഈ ഓന്റെ എന്റെ വീട്ടിലേക്ക് ഒരു അരസന്റ് ഭൂമി ചോദിച്ചോ. ഓൻ എന്തൊക്കെയാ എന്റെ ഭാര്യനെ പറഞ്ഞു നോക്കിയാ. മേലെടുത്ത് ശശി. ഓന്റെ അച്ഛന്റെ പേര് ദാമോരെ. എത്ര ഉണ്ട് ഓന്? ഇനി 60 കൊല്ലമുണ്ട്. ഓനോ? ഇതൊക്കെ തന്നെ നിങ്ങളെ കുഴപ്പട്ടോ. നിങ്ങൾ ഈ കുരുത്തം കെട്ട ആൾക്കാരെ മുഴുവൻ ഇവിടെ വെച്ച് നല്ല ആൾക്കാരെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകും. എന്റെ സൗകര്യത്തിന് ഞാൻ ചെയ്യും. അല്ല കൊണ്ടുപോകുന്ന ആരാ നോക്കി? എന്താണ് തിരുവാതിരയാ? അല്ല പൊറോട്ട നാടകമൊക്കെയായിട്ട് കാലനാണ്ടാ. കാലേ നമ്മളെ ശരിക്കും കൊണ്ടോണ കാലേ. നമ്മളെ കൊണ്ടുപോവില്ലേ ജീവൻ കൊണ്ടോണ കാലേ. എന്റെ സമയം ചോദിച്ചോക്ക് പറഞ്ഞുതരൂ. സമയം എത്രയാണ്ടല്ല, അന്റെ സമയം ചോദിച്ചാ കൊണ്ടോണ സമയോ. ബോസ് വിളിക്കരുത്. ബോസ് വിളിക്കാൻ പാടില്ല. മുമ്പ് ഇഷ്ടാവൂല. കാലമാഷ്. സ്കൂളിൽ പഠിപ്പിക്കണമൊന്നുമില്ല. ബഹുമാനത്തിന് കാലമാഷ്. വിളിച്ചു കാലമാഷ. ഇത് ബാബു എന്റെ കമ്പനിയാ. ഓന്റെ സമയം ഒന്ന് പറഞ്ഞു നോക്കി നോക്കി. ബാവാ കുട്ടികൾക്ക് നിൽക്കാൻ പറ്റൂല. ഇല്ല, ഇതും കൂടിയുള്ളൂ. ഇപ്പൊ നന്നായി. എനിക്ക് 10 കൊല്ലം ഉണ്ട് കേട്ടോ. എനിക്ക് 10 കൊല്ലം ഉണ്ട്. എനിക്ക് പേടിയുണ്ടോ നോക്കാൻ? തറവാട്ട് പേര് പറ. എന്റെ തറവാട്ട് പേരെന്തേനി? കൃഷ്ണ. ഓന്റെ അച്ഛന്റെ പേര് കൃഷ്ണ. 32. എനിക്ക് 10 ഉള്ളൂ. 22 കൂടുതൽ. 32 വർഷമല്ല, 32 ദിവസം. കല്യാണം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ടു. നീട്ടി കിട്ടുമോ? നീട്ടാനൊന്നും പറ്റില്ല. നീട്ടി കിട്ടുക. അത് ശരി. എനിക്ക് പൈസ എന്താണ് കാലാത്. നല്ലപോലെ പോന്ന ചങ്ങാനെ പിടിച്ചിട്ട് വെറുതെ. ഇനി മേലാൽ ഇതുപോലത്തെ ആരെയും കൂട്ടിക്കൊണ്ടുവരും. ഇല്ല. എന്നാലും എന്റെ അച്ഛനെ കൊണ്ടുപോയത് നിങ്ങൾ ഇതുപോലെ തന്നെയാ. എന്റെ അച്ഛൻ മരിക്കേണ്ട ആളൊന്നല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആരായാലും മരിക്കൂ. അല്ല, അതല്ല. എന്റെ അച്ഛന് മരിക്കുമ്പോ 47 വയസ്സ്. എടോ, ചെറിയ കുട്ടികൾ മരിക്കുന്നില്ല, പിന്നെ 47 വയസ്സുള്ള അച്ഛൻ? അല്ല കാല, അച്ഛൻ അന്നൊരു ചെറിയ തലവേന ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ. തലവേന എടുത്ത് തെങ്ങും ഇറങ്ങൊക്കെ കയറാൻ പോകുമ്പോ അമ്മ പറഞ്ഞ് തലവേന ഉണ്ട് പോണ്ടാന്ന്. കേൾക്കാണ്ട് പോയതാ. എന്തായാലും ആള് മരിച്ചു. അച്ഛൻ മരിക്കണമെന്ന് ഞാൻ വീട്ടിലും ഇല്ല. ഞാൻ കമ്പനിക്കാരെ കൂടെ ഊട്ടിയിൽ ടൂറിന് പോയതേ. നല്ല സമയം അച്ഛൻ മരിക്കുമ്പോ ടൂർ പോവാ. എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ പിറ്റേന്ന് വരുമ്പോഴേക്ക് ബോഡിയൊക്കെ എടുത്തു പോയി. ആയിക്കോട്ടെ, ഒരു വിഷമായി പോയി. അത് നിങ്ങള് മൊബൈലിൽ വിളിച്ച എന്റെ അച്ഛനൊന്ന് ഇട്ടുവോ? ഇപ്പൊ അതിനാണ് ഇപ്പൊ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങനെ വന്നത്. എടോ, ഇത് എന്റെ ആവശ്യത്തിന് വേണ്ടി അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള മൊബൈൽ. ഇതിൽ അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ല. അല്ലാണ്ട് ഞങ്ങളെ മൊബൈലിൽ വിളിച്ചാൽ കിട്ടൂല. കിട്ടൂല. പരിചയപ്പെട്ട സ്ഥിതിക്ക് എന്ത് കമ്പനി ആയില്ലേ? എന്ത് കമ്പനി? ചായയൊക്കെ മേടിച്ചെന്നില്ലേ? ഞാൻ ഒന്ന് വിളിച്ചു നോക്കിയാല. എന്ത് അച്ഛന് വലിയ സന്തോഷാവും. അതുകൊണ്ടാ. നോക്കി നോക്കി. അധികം നേരം സംസാരിക്കില്ല, പെട്ടെന്ന് നോക്കൂ. റോമിങ് അയക്കൂലേ? എനിക്കറിയാം. അച്ഛൻ ചെട്ടുപ്പോ. ഹലോ 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 ശങ്കരനാ? ശങ്കര, ഞാനാ കാലനാ. ഞാൻ നിന്റെ നാട്ടിലുണ്ട്, ഐക്കരപ്പടിയിൽ. ഞാൻ ഒരാളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. കഷ്ടകാലത്തിന് നിന്റെ മോന്റെ മുമ്പിലാ വന്നു പെട്ടത്. എന്റെ അടുത്തുണ്ട് കുട്ടികൃഷ്ണൻ എന്നല്ലേ പേര്. ഞാൻ കൊടുക്കാം. അധികം നേരം സംസാരിക്കരുതേ. നിങ്ങൾ പോയിട്ട് വീഡിയോ വെച്ചിട്ട് പോരും. സുലൈമാൻ വീഡിയോ
ഹലോ അതെയോ അച്ഛാ. മോനെ അച്ഛന് സുഖാണോ? അച്ഛൻ ഇവിടെ പരമസുഖം. അച്ഛാ കാലനെ ആ നമ്മളെ പപ്പേട്ടന്റെ മോൻ സുരേഷിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേനി. സുരേഷിന് എന്താണ് അസുഖം? ഒന്നുമില്ല അച്ഛാ, ഒരു വെറുതെ കൊണ്ടുപോവില്ലേ? വെറുതെ കൊണ്ടുപോവാ? അച്ഛന് സുഖല്ലേ? അച്ഛന് സുഖാണ്. അച്ഛനെ പിന്നെ കാലിന് ഏതായാലും നാട്ടില് വന്നതല്ലേ? കാലിനെ അച്ഛന്റെ പഴയ കമ്പനിക്കാരെ വീടൊക്കെ ഒന്ന് കാലിന് കാണിച്ചു കൊടുക്ക്. ആരതൊക്കെ? നമ്മളെ വാസുകാരന്റെ സുകുമാരന്റെ ഒക്കെ വീട്. എന്തിനാച്ചാ? എടാ അച്ഛൻ ഒറ്റയ്ക്ക് ഇവിടെ നരകത്തിൽ കല്ല് കടത്തുകയാണ്. അവരെ കിട്ടിയ കമ്പനി ആയിട്ട് ഉണ്ടാവാൻ വെച്ചിട്ടാണ്. അതിന് ഓർക്കൊന്നും ഒരു പനിയും കൂടി പിടിച്ചില്ല അച്ഛാ. പനിയൊന്നും വേണ്ട, അവരോട് കുറ്റിപ്പുറ ഷാപ്പ് പോയിട്ട് ഓരോ കുപ്പി കള്ളു കുടിക്കാൻ പറഞ്ഞാ മതി. വല്ലാത്തൊരു മനസ്സാണ് അച്ഛൻ്റെ. പിന്നെ അമ്മ എന്താക്കുന്നേ? അമ്മ പോയില്ല അച്ഛാ. അമ്മ പോയ എന്നിട്ട് ഇങ്ങോട്ട് എത്തിയില്ലല്ലോ. അങ്ങോട്ടല്ല, അമ്മ സുബ്രഹ്മണ്യേട്ടന്റെ കൂടെയാ പോയത്. സുബ്രഹ്മണ്യം വെയിലൊക്കെ തിരിഞ്ഞ് കളിക്കുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മ പോകുന്നു. എനിക്ക് നേരത്തെ അറിയാം ഒരു അമ്മ ഉണ്ട് ഞങ്ങളോട് പറയട്ടാ. എപ്പോഴേ പോയി? 41 കഴിഞ്ഞ് 42-ാം തീയതി തന്നെ പോയി. 41-ന് നാട് ഇറങ്ങി പോയിക്കൂടെ നോക്ക്. അല്ല നമ്മള് കഴിഞ്ഞ കൊല്ലം അർബൻ ബാങ്കിൽ 2 ലക്ഷം റുപ്യ ലോൺ എടുത്തില്ലേ? ഈ തിരിച്ചടച്ചാ? അടയ്ക്കാൻ പറ്റിയില്ല അച്ഛാ. അടയ്ക്കാൻ തുടങ്ങിയില്ല. പറ്റൂലടാ. എനിക്ക് അങ്ങനെ പറ്റാനാ. കല്ല് കുടിച്ച് ചീട്ട് കളിച്ച് നടന്നു കഴിഞ്ഞാൽ പറ്റുമോ? അച്ഛനുള്ള കാലത്ത് അച്ഛൻ പറഞ്ഞു നീ നടക്കൂല. ഇങ്ങനൊരു കാര്യം ഇപ്പൊ പോവാണെങ്കിൽ ഒരു കാലത്ത് നന്നാവില്ല. പിന്നെ ജീവിച്ചിരിക്കുമ്പോഴേ സൗര്യം തന്നില്ല, അടുത്ത സൗര്യം കെടുത്താൻ പോകും. ശരി, വലിയ തിരക്കല്ലായിരുന്നു അച്ഛനെ വിളിച്ച് സംസാരിക്കാൻ. വേണ്ട, അച്ഛൻ അവിടെ എന്റെ നരകത്തിലാ. നരകത്തിലുണ്ടാവുള്ളൂ. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിവരം അറിയണത്. എന്താ? ഒക്കെ പെങ്ങന്മാരെ പേരിൽ, എന്റെ പേരിലൊന്നും ഇല്ല. നന്നായില്ലേ? സമാധാനായില്ലേ? അച്ഛൻ അടക്കട്ടെ. എന്റെ ഇഷ്ടപ്പെട്ട നടനാരെന്നറിയാം. അതെങ്ങനെയാ? ഞാൻ അറിയാം. പ്രേം നസീർ. പ്രേം നസീർ അവിടെ എന്താണ് എന്റെ ഒരു കാലത്ത് ഞാൻ ഉണ്ടല്ലോ മൂപ്പര എന്ത് രസാ മൂപ്പരെ കാണാല്ലേ. അതെ അതെ. മൂപ്പരാടില്ലേ? അവിടെ എവിടെയാ? അവിടെ സ്വർഗത്തിൽ. സ്വർഗത്തിലെ ഉണ്ടാവും പാടുള്ളൂ. നല്ല മനുഷ്യനാ. മൂപ്പർക്ക് സിനിമയൊക്കെ ഉണ്ടാടെ. പിന്നെ ഇവിടത്തെ പോലത്തെ സിനിമയാണല്ലോ അവിടെ. ഇടൂ, അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള സിനിമയെ കളിക്കാൻ പാടുള്ളൂ. എന്താ? പ്രേത കഥകൾ മാത്രം. മനുഷ്യന്മാരില്ല. മനുഷ്യന്മാരൊന്നുമല്ല.